ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഹെറിഡിറ്ററി ജനറ്റിക് ആയിട്ട് ഫാമിലിയിൽ ഒരുപാട് റിസ്ക് ഉള്ള BRCA1 BRCA2 എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി അസുഖം വരുന്നതിന് മുമ്പേ 2 ബ്രസ്റ്റ് എടുത്ത് കളയുന്ന പരിപാടിയുണ്ട്. അതിന് ഈ പ്രൊഫൈലാറ്റിക് മാസ്റ്റക്ടമി എന്ന് പറയാം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഏഞ്ചലിന ജോളി, ഹോളിവുഡ് ആക്ട്രസ്, അവർക്ക് ഈ ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരുന്നു, BRCA പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി. അമ്മ മരണപ്പെട്ടത് ഈ ഒരു തവണ ബ്രസ്റ്റും ഒരു തവണ ഒവേറിയൻ ക്യാൻസർ ഒക്കെ വന്നിട്ടാണ്. ആൻറ്റി മരണപ്പെട്ടു, വേറെ ഗ്രാൻഡ് മദറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെക്ക് ചെയ്തപ്പോൾ ഇവർക്കും ആ പ്രോബ്ലം ഉണ്ട്. പിന്നീട് ക്യാൻസർ വരാമെന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ, ക്യാൻസർ വരുന്നതിന് മുമ്പേ അതെ. അപ്പോൾ അവർ 2 ബ്രസ്റ്റും എടുത്ത് മാറ്റി അവിടെ പ്ലാസ്റ്റിക് സർജറിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സർജറി ചെയ്തിരിക്കുന്നത്. അപ്പം അസുഖം വരുന്നതിന് മുമ്പ് അവർക്ക് മനസ്സിലായി, അതായത് ലൈഫാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവർ ബോഡി ഇമേജ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ അവർ ആ സർജറിക്ക് സന്നദ്ധയായി അത് ചെയ്തു. അത് ആക്ച്വലി ഏഞ്ചലിന ജോളി ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഈ അസുഖമുള്ള ഹെറിറ്ററി പാറ്റേൺ ഉള്ള ആളുകൾ ഈ സർജറിയിലേക്ക് ഒന്നുകൂടി എന്താ പറയുക അട്രാക്റ്റഡ് ആയി. അപ്പോൾ ആ സർജറി കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഒരു വലിയ കൗൺസിലിംഗ് വേണ്ടുന്നൊരു സംഭവമാണ്. പിന്നെ അതുപോലെയാണ് ഈ യൂട്രസിൻ്റെ പറഞ്ഞിരിക്കുന്നത്. യൂട്രസ് ആക്ച്വലി ഒരു ചൈൽഡ് ബെയറിംഗ് ഏജ് കഴിഞ്ഞാൽ യൂട്രസിന് വലിയ ഫംഗ്ഷൻ ഒന്നുമില്ല. പിന്നെ അവിടെ ഹോർമോണൽ ഫംഗ്ഷൻ വരുന്നത് ഓവറിക്കാണ്. ബട്ട് സ്റ്റിൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് എടുത്ത് മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് എടുത്ത് മാറ്റുള്ളൂ. അപ്പം അത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും പലതും ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ്. അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ ടാക്കിൾ ചെയ്യാം. ബട്ട് അത് എടുത്ത് കളയേണ്ട സമയത്താണെങ്കിൽ എടുത്ത് കളഞ്ഞേ പറ്റൂ.